ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ വയലടയിലെ മുള്ളംകൊല്ലി വ്യൂ പോയിന്റ് അല്ലെ, മുള്ളംപാറ വ്യൂ പോയിന്റ് വയലട നമ്മൾ കണ്ടു. അതിനുശേഷം ഞാൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലൗഡ് ബേ, ഇതൊരു പ്രൈവറ്റ് പാർക്കാണ്. അപ്പോൾ എവിടെയാണ് നമ്മളൊന്ന് കാണുന്നത്, ഇതിന്റെ വ്യൂ പോയിന്റിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. 50 രൂപ ടിക്കറ്റ് എടുത്ത് നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു പോകണം. കുറച്ച് നടക്കാനുണ്ട്, കയറ്റമുണ്ട്. നമ്മൾ കയറ്റൊക്കെ കയറി വന്ന് അവിടുന്ന് നമുക്ക് ഒരു വെള്ളമൊക്കെ ജ്യൂസൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഒന്നുകിൽ ഇവിടെ ഇരിക്കാം, അവിടെ ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷെ ഇവിടെ കുറച്ചും കൂടി നല്ല സുഖമുണ്ട് ഇരിക്കാം. ഇവിടുന്ന് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കളിക്കാം. കുറെ നേരം ഇവിടെ ഇരുന്ന് കുറെ സംസാരിക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് ഇതാ കുറെ അകത്തേക്ക് കാണുന്ന പ്രകൃതി ഭംഗികളൊക്കെ നമുക്കൊന്ന് ആസ്വദിക്കാം. അപ്പൊ ഇവിടെ ഇരുന്നതിന് ശേഷം ഇതിന്റെ കുറച്ച് സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, കുറച്ച് കയറ്റമുണ്ട്. ആ കയറ്റം കയറിയാലാണ് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് എത്താൻ പറ്റുക. ഓരോ കയറ്റം നമ്മൾ കയറുമ്പോഴും നമുക്ക് തളർച്ച തോന്നിയാൽ വിശ്രമിക്കാനായിട്ട് ഓരോ മരങ്ങളും ഇരിപ്പിടങ്ങളും ഇവിടെ ഉണ്ട്. അതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത. നല്ല സുഖം ഉണ്ടാവും. വെയില് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഞാൻ ഫസ്റ്റ് കയറുന്ന ടൈമിൽ വെയിലുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പം അത്യാവശ്യം നന്നായി തന്നെ വെയിലും ചൂടും ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ പറയാ, ഈ ഒരു മരത്തിന്റെ ചുവട്ടിൽ നമുക്ക് നല്ല തണുപ്പൊക്കെ കൊണ്ടിരിക്കാം. എന്നിട്ട് പിന്നെ വീണ്ടും നമുക്ക് അടുത്ത പടവുകൾ കയറാം. ഇങ്ങനെ എന്തായാലും വേണ്ടില്ല, കുറേ കയറ്റം കയറാനുണ്ട്. നല്ല വെയിലത്തുനിന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്താ പറയാ, നല്ല തണുപ്പ് തരുന്ന കുറച്ച് മുളങ്കൂട്ടങ്ങളും എന്താ പറയാ മരങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് കൂടി നമുക്ക് കയറാം. അപ്പോൾ ഇവിടെ നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ, നല്ലൊരു കൂളിംഗ് ഉള്ള പ്രദേശമാണ്. അപ്പൊ ഇതിലങ്ങനെ നടന്ന് നമുക്ക് പോകാം. ഇവിടേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്ഥലമാണ്. കുട്ടികൾക്കല്ല, നമുക്ക് മുതിർന്നവർക്കും ഇവിടെ നിന്ന് കളിക്കാം. ഇപ്പൊ വീണ്ടും കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ ഒരു കയറ്റം കയറി കഴിയുമ്പോൾ അടുത്ത് ഇരിക്കാനുള്ള ഒരു സ്ഥലവും ഒരു മരവും ഇവിടെ ഉണ്ട്. പിന്നെ അവിടുന്ന് നമ്മൾ കയറേണ്ടത് കുറേ പടികളുള്ളൊരു കയറ്റമാണ് കേട്ടോ. ഞാൻ എണ്ണിയിട്ടില്ല, ഇഷ്ടംപോലെ പടികളുണ്ട്. കുറെ എനിക്ക് കയറാൻ പറ്റാത്തത് ഞാൻ അവിടെ നിന്ന്. അപ്പം ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെ നിന്നിട്ടൊക്കെയാണ് കയറുക. നമുക്ക് ഭയങ്കര ക്ഷീണം വരും. ഞാൻ കയറി പോകുമ്പോൾ കയറുന്നതായതുകൊണ്ടാണ്. ഇങ്ങനെ കയറി നമ്മൾ എത്തുന്നത് വീണ്ടും ഒരു കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്ക് പോലത്തെ സ്ഥലത്താണ്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കയറണം. പിന്നെ ഭയങ്കര ക്ഷീണമാണെങ്കിൽ കൂടി കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമായതുകൊണ്ട് നമുക്ക് ക്ഷീണം അത്ര അറിയൊന്നുമില്ല. എന്നിട്ട് നമ്മൾ വീണ്ടും പടി ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കണം. കുറേ കയറാനുണ്ട്. അങ്ങനെ നമ്മൾ അത്രയും ദൂരെ താഴെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ താഴെ ഒന്നും ടോയ്ലറ്റ് ഒന്നുമില്ല. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. ഇത് തൊട്ടടുത്ത് തന്നെയാണ് ഇനി നമുക്ക് ക്ലൗഡ് ബേൻ്റെ വ്യൂ പോയിൻ്റ് ഉള്ളത്. നമുക്ക് അങ്ങോട്ട് പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് ഫ്രഷ് ആവണമെങ്കിൽ ഫ്രഷ് ആവാൻ സൗകര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലെങ്ങനെ നടന്നിട്ട് കയറി ക്ലൗഡ് ബേ വ്യൂ പോയിന്റിലേക്ക് എത്താൻ ഇനി ഏകദേശം കുറച്ച് മീറ്റർ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും എന്താ പറയുക കയറ്റങ്ങളൊക്കെ കയറി നടന്ന് വളരെ സ്ട്രെയിൻ ചെയ്ത് നമ്മൾ എത്തിയത് തന്നെ ഈ ഒരു ക്ലൗഡ് ബേയുടെ ഈ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങ് ഒരുപാട് അങ്ങോട്ടേക്കുള്ള നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണാം. ഇവിടെ കറക്റ്റായിട്ട് വരേണ്ട സമയം ഒന്നുകിൽ നല്ല രാവിലെ, അല്ലെങ്കിൽ വൈകിട്ട്, അല്ലെങ്കിൽ നല്ല കോടമഞ്ഞൊക്കെ ഉള്ള സമയത്താണ്. ഞങ്ങൾ എത്തിയത് ഉച്ചയ്ക്കാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ വ്യൂ അത്ര അങ്ങോട്ട് ശരിയായിട്ടില്ല. നമ്മൾ കാണുമ്പോൾ തന്നെ അത്ര ശരിയല്ല. അപ്പോൾ ക്യാമറയിൽ അങ്ങനെ അങ്ങോട്ട് ശരിയല്ല. ഇനി എപ്പോഴെങ്കിലും ഞാൻ പോകുമ്പോൾ അതിന്റെ വ്യക്തമായ ക്യാമറയിൽ വ്യക്തമാക്കി തന്നെ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ക്ലൗഡ് ബേ പാർക്കിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ, അതായത് നമ്മൾ ഈ ഒരു ക്ലൗഡ് ബേ പാർക്കിലുള്ള മെയിനായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രദേശത്തിൻ്റെ മൊത്തം ഭാഗങ്ങളും കാണാം. അതല്ലാതെ വേറെയും കുറേ സ്ഥലങ്ങൾ കാണാം. ഇതിവിടുന്ന് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ പോയിൻ്റാണ്. നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷെ നല്ല വെയിലുകൊണ്ട് അങ്ങോട്ടേക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ കയറുന്നത് വേറൊരു സ്ഥലമാണ്. ഇവിടുന്ന് നല്ല പച്ചപ്പൊക്കെയുള്ള നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടുന്ന് ഞങ്ങൾ 2 റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്. നല്ല സ്റ്റെപ്പൊക്കെ ആയിട്ടൊന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലിയോടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പം എല്ലാവരും വരണം, എൻജോയ് ചെയ്യണം. അതുപോലെ ഇത് എൻ്റെ യൂട്യൂബ് ചാനലായ സ്ലീപ്പ് മീഡിയ വിഷനിലുണ്ടാവും. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജിലും ഉണ്ടാവും. അപ്പം എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം,
ഫോളോ ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യണം. എനിക്ക് എന്താ പറയുക, നോക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാ മെസ്സേജസിനും റിപ്ലൈ തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെയുള്ള നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ എനിക്ക് കമൻറ്റ് ചെയ്യണം. ഞാൻ മാക്സിമം എവിടെയൊക്കെ വരാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വയലട വരണം, എൻജോയ് ചെയ്യണം. അപ്പം ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.